بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد ഖുലാസത്തുൽ ഫിഖ്ഹുൽ ഇസ്ലാമി 46ാമത്തെ ക്ലാസ്. ഇന്നത്തെ ചർച്ചയിൽ നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ചില വസ്തുക്കൾ അത് ചിലപ്പോൾ നജസാണ്, അതേ വസ്തു മറ്റു ചില ഘട്ടങ്ങളിൽ ശുദ്ധിയുള്ളതാണ്. അങ്ങനെയുള്ള ചില വസ്തുക്കളെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. കിതാബിന്റെ ഉദ്ധരണി കൂടി നമുക്ക് കണ്ടുകൊണ്ട് ചർച്ച ചെയ്യാം. ചില ഘട്ടങ്ങളിൽ നജസാകുന്ന വസ്തുക്കൾ, ചില വസ്തുക്കൾ തൻജുസു അവകൾ നജസാകും. സമയം ചില സമയങ്ങളിൽ നജസാകുന്ന വസ്തുക്കൾ. ഇവിടെ തൻജുസു ഷൈഇന്റെ ബഹുവചനാണ്. ജമു സാലിം അല്ലാത്ത ജമു തക്സീർ, അത് അതിലേക്ക് ലമീർ മടക്കുന്ന സമയത്ത് മുഅന്നസാക്കി ലമീർ മടക്കും. അതായത് യൻജുസു തൻജുസു മുഅന്നസാക്കിയിട്ട് പ്രയോഗിച്ചു. ഏതൊക്കെയാണ് കാര്യങ്ങൾ? അൽ മനിയു ഒന്ന്, ഇൻകാന മിൻ ഹയവാനിൻ ത്വാഹിരിൻ ഫത്വാഹിറുൻ വഇല്ല ഫനജിസുൻ. മനി ശുക്ലം. ഇൻകാന മിൻ ഹയവാനിൻ ത്വാഹിരിൻ, ശുദ്ധിയുള്ള ജീവിയിൽ നിന്നാണെങ്കിൽ ഫത്വാഹിറുൻ, അത് ശുദ്ധിയുള്ളതാണ്. വഇല്ല, ഇനി ശുദ്ധിയുള്ള ജീവിയിൽ നിന്നല്ലെങ്കിൽ ഫനജിസുൻ, അത് നജസാണ്. രണ്ട്, അല്ലബനു പാല്. പാലപ്പോഴാണ് ശുദ്ധിയുള്ളത്. ഇൻകാന മഅ്കൂൽ, അതൊരു തിന്നപ്പെടുന്ന ജീവിയിൽ നിന്നുള്ളതാണെങ്കിൽ, ഔ ആദമി, അല്ലെങ്കിൽ മനുഷ്യനിൽ നിന്നുള്ളതാണെങ്കിൽ ഫത്വാഹിറുൻ, പാല് ശുദ്ധിയുള്ളതാണ്. വഇല്ല, ഇനി അതല്ല തിന്നപ്പെടാൻ പറ്റുന്ന ജീവിയിൽ നിന്നല്ലെങ്കിൽ ആ ലബന് നജസാണ്. ഇനി അതുപോലെ വഇല്ല എന്ന് പറഞ്ഞാൽ ഏതും ഒരു നജസായ ജീവികൾ, നായ, പന്നി, അതുപോലെയുള്ള ജീവികളുടേതാണെങ്കിൽ ഫനജിസുൻ, അത് നജസാണ്. മൂന്ന്, ലബനുൽ മയ്യിത്ത്, മയ്യിത്തിന്റെ പാൽ. ഇൻകാനൽ മയ്യിത്തു ആദമിയൻ, മനുഷ്യനാണെങ്കിൽ ആ ലബന് എന്താണ്? ഫത്വാഹിറുൻ, അത് ശുദ്ധിയുള്ളതാണ്. വഇല്ല, മനുഷ്യേതര ജീവികളുടേതാണെങ്കിൽ അത് മയ്യിത്തായതിനു ശേഷം ഫനജിസുൻ, അതെന്താണ്? നജസാണ്. നാല്, അസ്സായിലു മിൻ ഫമിൻ നാഇബി, ഉറങ്ങുന്നവന്റെ വായിൽ നിന്ന് ഒലിക്കുന്നത്. ഒലിക്കുന്നത് സാലയസീലു ഇല്ലൽ യതഹഖഖ അന്നഹു മിനൽ മഅദത്തി, അത് ആമാശയത്തിൽ നിന്നുള്ളതാണെന്ന് ഉറപ്പില്ലെങ്കിൽ ഫത്വാഹിറുൻ, അത് ശുദ്ധിയുള്ളതാണ്. ആമാശയത്തിൽ നിന്നേ വരുന്നതാണ് ആ ഒലിക്കുന്നത് എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഫനജിസുൻ, അത് നജസാണ്. അഞ്ച്, മാഉൽ ജുർഹി വൽ ജുദ്രി വൻ നഫ്തി, ജുർഹ് മുറിവിലെ നീര്, വൽ ജുദ്രി വസൂരി ഇതിലെ നീര്, വൻ നഫ്തി പൊക്കളകൾ ഉണ്ടാവില്ലേ അതിന്റെ നീര്. ഇല്ലം യതഗയ്യർ, അത് പകർച്ചയായില്ലെങ്കിൽ ഫത്വാഹിറുൻ, അത് ശുദ്ധിയുള്ളതാണ്. വഇല്ല, പകർച്ചയായിട്ടുണ്ടെങ്കിൽ ഫനജിസുൻ, അത് നജസാണ്. ആറ്, അൽബലഗം കഫം. ഇൻകാന മിൻ ഗൈരിൽ മഅദത്തി, ആമാശയത്തിൽ നിന്നല്ലെങ്കിൽ ഫത്വാഹിറുൻ, അത് ശുദ്ധിയുള്ളതാണ്. വഇല്ല, ആമാശയത്തിൽ നിന്നുള്ളതാണെങ്കിൽ ഫനജിസുൻ, അത് നജസാണ്. അൽ ജുസ്ഉൽ മുൻഫസിലു മിനൽ ഹയവാൻ, ഒരു ജീവിയിൽ നിന്ന് വേർപെട്ട ഒരു ഭാഗം, ഒരു പാർട്ട്, ഒരു ഭാഗം. മുൻഫസിൽ, അതായത് മുടി അല്ലെങ്കിൽ തൂവൽ പോലെ അല്ലാത്ത ഒരു പാർട്ടാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇൻകാന മൈത്തത്തുഹു ത്വാഹിറൻ, അങ്ങനെ ആവുമ്പോൾ അത് ഒരു അതിന്റെ ഡെഡ് ബോഡി, മയ്യിത്ത്, അത് ശുദ്ധിയുള്ളതാണെങ്കിൽ ഫത്വാഹിറുൻ, ആ പിരിഞ്ഞ ഭാഗം ശുദ്ധിയുള്ളതായി പരിഗണിക്കും. വഇല്ല, അത് നജസായിട്ട് പരിഗണിക്കപ്പെടുന്നതാണെങ്കിൽ, മയ്യിത്ത് നജസായിട്ട് പരിഗണിക്കപ്പെടുന്നതാണെങ്കിൽ, ഇപ്പോ ഒരു കോഴി ചത്താൽ അത് നജസാണ്. അപ്പൊ അങ്ങനെയുള്ള ചത്താൽ നജസായിട്ട് പരിഗണിക്കപ്പെടുന്നതാണെങ്കിൽ ഫനജിസുൻ, ഈ പിരിഞ്ഞ ഭാഗവും നജസാണ്. ഇപ്പോ ഒരു കോഴിയുടെ ഒരു ഭാഗം ഒരു അവയവം ശരീരത്തിൽ നിന്ന് മുറിഞ്ഞു ജീവിതകാലം, നല്ല നജസായിട്ടാണ് പരിഗണിക്കുക. അശ്ശഅറു
വരീഷു എട്ടാമത്തത്. ഷാർ എന്ന് പറഞ്ഞാൽ അതിന്റെ രോമം. വരീഷു തൂവൽ. ഇനി ഇതിൽ ഓരോന്നും വേർപിരിഞ്ഞാൽ മിൻ ഹയവാനിൻ മൗകൂലിൻ തിന്നപ്പെടുന്ന ജീവിയിൽ നിന്നാണ് വേർപിരിഞ്ഞതെങ്കിൽ ഫി ഹയാത്തി ജീവിതകാലത്ത് വേർപിരിഞ്ഞതാണെങ്കിൽ ഔ ബഅദ സകാത്തിഹി അല്ലെങ്കിൽ അർത്ഥത്തിന് ശേഷം വേർപിരിഞ്ഞതാണെങ്കിൽ ഫത്വാഹിറുൻ അത് ശുദ്ധിയുള്ളതാണ്. വഇല്ല ഇനി അർത്ഥത്തിന് ശേഷം അല്ലാതെ വേർപിരിഞ്ഞതാണെങ്കിൽ അർക്കാതെ വേർപിരിഞ്ഞതാണെങ്കിൽ ഇനി അതല്ല അതെന്താണ് തിന്നപ്പെടാത്ത ജീവിയാണ്, തിന്നപ്പെടാൻ പറ്റാത്ത ജീവിയാണ്, അതിൽ നിന്ന് വേർപിരിഞ്ഞതാണെങ്കിൽ ഫനജിസുൻ അത് നജസാണ്. 9 എല്ലാവർക്കും വിയർപ്പ്. ഇൻകാന മിൻ ഹയവാനിൻ ത്വാഹിറിൻ ശുദ്ധിയുള്ള ജീവിയിൽ നിന്നുള്ളതാണെങ്കിൽ ഫത്വാഹിറുൻ ആ വിയർപ്പ് ശുദ്ധിയുള്ളത്. വഇല്ല നജസാ ജീവിയിൽ നിന്നുള്ളതാണെങ്കിൽ ഫനജിസുൻ അത് നജസാണ്. 10 അൽ-ബൈദു മുട്ട. ഇൻ ഖറജത് മിൻ ഹയ്യിൻ ഒരു ജീവിയിൽ നിന്ന് അത് വേർപിരിഞ്ഞതാണ് ജീവിതകാലത്ത്. മുത്തസല്ലിബത്തുൻ ഉറച്ചത് എന്നാൽ അത് ശുദ്ധിയുള്ളതാണ്. ഔ ഗൈറ മുത്തസല്ലിബത്തിൻ ഉറക്കാതെയാണ് വന്നത്, ഉറക്കാതെ ചിലപ്പോൾ മുട്ട വരും. അല്ലെങ്കിൽ അല്ലെങ്കിൽ മരിച്ചതിൽ നിന്ന് വേർപിരിഞ്ഞു മുത്തസല്ലിബത്തുൻ ഉറച്ച മുട്ട ഫത്വാഹിറുൻ അത് ശുദ്ധിയുള്ളത്. വഇല്ല ഇനി അത് ചത്തതിന് ശേഷം ഉറക്കാതെ വേർപിരിഞ്ഞാലോ ഫനജിസുൻ അത് നജസാണ്. സുഉറു ഹയവാനിൻ ത്വാഹിറിൻ മുതനജ്ജിസിൽ ഫമി ജീവി കുടിച്ചതിന്റെ ബാക്കി. സുഉർ ത്വാഹിറിൻ ശുദ്ധിയുള്ള ജീവിയുടെ കുടിച്ചതിന്റെ ബാക്കി. മുതനജ്ജിസിൽ ഫമി വായു നജസായ ശുദ്ധിയുള്ള ജീവി. പൂച്ച ഒരു ശുദ്ധിയുള്ള ജീവിയാണ്. അത് അതിന്റെ വായു മുതനജ്ജിസാണ്, അതായത് ഒരു എലിയെ അത് കൊന്നു തിന്നു. അപ്പൊ എന്ത് ചെയ്തു? അത് ആ മയ്യിത്തത്ത് എന്താണ്? നജസാണ്. ആ നജസ് കൊണ്ട് വായു മുതനജ്ജിസായി പൂച്ചയുടെ അതിന്റെ കുടിച്ചതിന്റെ ബാക്കിയുള്ളത് ചിലപ്പോൾ ശുദ്ധിയുള്ളതാണ്, ചിലപ്പോൾ നജസാണ്. എപ്പോഴാണ് ശുദ്ധിയുള്ളത്? ഇൻകാന ബുലൂഹു അത് വായിട്ടത് വായു മുക്കിയത് ഫീ ആ പാത്രത്തിൽ ആ വെള്ളത്തിൽ ബഅദ ഇഹ്തിമാലി ത്വഹാറത്തി ഫമിഹി വായു ശുദ്ധിയാകാനുള്ള സാധ്യതയ്ക്ക് ശേഷമാണെങ്കിൽ ഫത്വാഹിറുൻ ശുദ്ധിയുള്ളതാണ്. എവിടെയോ പോയിട്ട് വന്നതാണ്, മറ്റൊരു പോയിട്ട് വായുവോട് മുക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നാണ് ശുദ്ധിയുള്ളത്. വലിയ അങ്ങനെ ചാൻസ് ഒന്നുമില്ല. അത് അങ്ങനെ തന്നെ നജസായ അങ്ങനെ തന്നെ മുക്കിയതാണെങ്കിൽ ഫനജിസുൻ അത് നജസാണ്. 12 അശ്ശാറു വൽറീശു വൽ അർമു രോമം, തൂവൽ, എല്ല്. ഇല്ലം യതഹഖഖ നജാസതുഹാ നജസാണെന്ന് ഉറപ്പില്ലെങ്കിൽ ഫത്വാഹിറുൻ അത് ശുദ്ധിയുള്ളത്. വഇല്ല നജസാണെന്ന് ഉറപ്പുള്ളതാണെങ്കിൽ ഫനജിസുൻ നജസാണ്. 13 റുതൂബത്തുൽ ഫർജി ലൈംഗികാവയവത്തിലെ സ്ത്രീകളുടെ ലൈംഗികാവയവത്തിലെ നനവ്. ഇൻകാനത്ത് മിൻ ളാഹിരിൽ ഫർജി അത് ലൈംഗികാവയവത്തിന്റെ ബാഹ്യഭാഗത്തു നിന്ന് വന്നതാണെങ്കിൽ ഔ മിൻ ബാത്തിനിഹി അല്ലെങ്കിൽ അതിന്റെ തൊട്ട് ഉള്ളിലുള്ള ആ ഭാഗത്തു നിന്ന് വന്നതാണെങ്കിൽ അഥവാ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് പുരുഷന്റെ ലൈംഗികാവയവം കടക്കുന്ന ആ ഭാഗത്തു നിന്നുള്ള നനവാണെങ്കിൽ ഫത്വാഹിറുൻ അത് ശുദ്ധിയുള്ളതാണ്. വഇല്ല അതിനും അപ്പുറത്ത് നിന്ന് വരുന്നതാണെങ്കിൽ ഫനജിസുൻ അത് നജസാണ്. ഇത്രയുമാണ് നമ്മൾ അത് സംബന്ധമായി ഈ ഭാഗത്ത് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ചില സമയത്ത് നജസാകും, ചില സമയത്ത് നജസാകൂല. അത്തരം 8 കാര്യങ്ങൾ നമ്മളിപ്പോ ചർച്ച ചെയ്യും. 13 വസ്തുക്കൾ നമ്മൾ ചർച്ച കൊണ്ടുവന്നു. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗങ്ങളിലെയും തുടർന്ന് ചർച്ചകളിൽ പഠിക്കാം. അള്ളാഹു നമ്മുടെ സമയങ്ങൾ പഠനത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് വലിയ സൽക്കർമ്മമായി ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.